FCRA ഭേദഗതികൾക്ക്, അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, അതിൻ്റെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. വളരെ വലിയ ആഘാതം ഈ ന്യൂനപക്ഷങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന് ഫോറിൻ കോൺട്രിബ്യൂഷൻ കിട്ടുന്നവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഒരു പുതിയ വാക്ക് വരെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മതപരിവർത്തനം, റിലീജിയസ് കൺവേർഷൻ എന്നുള്ളതിന് പകരം ഇപ്പം മാറ്റിയിട്ട് പ്രോസ്ലിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് മതപരമോ വിശ്വാസമോ പരിവർത്തനം നടത്താനുള്ള ശ്രമം മതി. ഇതാണ് വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സംഘടനകൾക്കൊന്നും ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കാനുള്ള ലൈസൻസ് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ അവരുടെ ലൈസൻസ് റദ്ദാക്കും തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ അതുപോലെ വന്നിട്ടുണ്ട്. അങ്ങനെ ഫോറിൻ കോൺട്രിബ്യൂഷൻ ഒരുപാട് പേർക്ക് നിർത്തലാക്കി, ഒരുപാട് സംഘടനകളുടെ നിർത്തലാക്കി. അത് കൂടുതലും ക്രിസ്ത്യൻ സമൂഹത്തിനാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്കാണ് ഈ കൂടുതൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നിന്നുപോയി, ഇപ്പോൾ ഒരുപാട് നിന്നുപോയി. പക്ഷേ അതിനകത്ത് രസകരമായ കാര്യം എന്ന് പറയുന്നത്, മതപരമായ വിദ്യാഭ്യാസം നടത്താം, സെമിനാറുകളൊക്കെ നടത്താം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ പ്രോസ്ലിറ്റൈസേഷൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിലീജിയസ് കൺവേർഷൻ എന്നുള്ളത് അങ്ങ് മാറ്റി, മതപരിവർത്തനം എന്നുള്ളത് അങ്ങ് മാറ്റി. മറ്റേത് മതപരിവർത്തനം നടത്തിയാൽ മാത്രമേ ഈ പ്രശ്നം വരുള്ളൂ. ഇത് മതപരിവർത്തനം അങ്ങ് മാറ്റിയിട്ട് മതപരിവർത്തനത്തിനുള്ള ശ്രമം, അല്ലെങ്കിൽ വിശ്വാസം മാറ്റാനുള്ള ശ്രമം, ഇത് രണ്ടും മതി. ഇത് ഏത് സംഘടനകൾക്കും എതിരെ എപ്പോഴും പറയാവുന്ന ഒരു കാര്യമല്ലേ, വളരെ ഈസി ആയിട്ട് എടുത്ത് പെരുമാറാവുന്നതല്ലേ. ഇത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. വേറെ ആരെക്കുറിച്ചും ഈ മതപരിവർത്തനത്തെക്കുറിച്ച് പരാതിയില്ല, മറ്റ് സമൂഹങ്ങളെക്കുറിച്ചൊന്നുമില്ല. ആ പരാതി പറയുന്നത് ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ചാണ്. കുറേ പേര് ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ചേരുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയാനൊക്കത്തില്ല. ആ ചേരുന്നത് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് അവർ ചിന്തിക്കണം. കാരണം ഒരുപാട് ദോഷങ്ങൾ അതുമൂലം അവർക്കുണ്ടാവാറുണ്ട്. ഒരുപാട് പട്ടികജാതി വർഗ വിഭാഗങ്ങളിലുള്ള സഹോദരങ്ങളെ ഒരുപാട് അവർ മതപരിവർത്തനം നടത്തി അവർ ക്രിസ്ത്യാനികളായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അവരെ ആ സമൂഹം അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല. ഇങ്ങനെ മതപരിവർത്തനം നടത്തി അങ്ങോട്ടൊരു ചെല്ലുന്ന ഒരു പട്ടികജാതിക്കാരനെ ഇതിൽ നിന്ന് അവർ കല്യാണം കഴിക്കാൻ സമ്മതിക്കും? ഇല്ല, അതൊന്നുമില്ല. പക്ഷേ അവർ ക്രിസ്ത്യാനിയായിട്ട് അങ്ങ് മാറി, അത്രയും മതി. അവർക്ക് ജനസംഖ്യ കൂട്ടണം, ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ സംഖ്യ കൂട്ടണം. അങ്ങനെയാണ് ഈ പണി ചെയ്തുകൊണ്ടിരുന്നത്. അതിന് യഥാർത്ഥത്തിൽ ഈ FCRA, അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും ശരിയാണ്, ഇല്ലെന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല. അത് റിലീജിയസ് കൺവേർഷന് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കും എന്ന് പറയുന്ന ഒരു മര്യാദയാണ്. ശരി, സമ്മതിക്കുന്നു. പക്ഷേ ഈ പ്രോസ്ലിറ്റൈസേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതപരിവർത്തനത്തിനുള്ള ശ്രമം, അല്ലെങ്കിൽ വിശ്വാസം മാറ്റാനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ, അവരെന്ത് ചെയ്താലും, ഒരു ധ്യാനം നടത്തിയാൽ, ധ്യാനമൊക്കെ പെർമിറ്റ് ചെയ്തിട്ടുള്ളതാണ്, ധ്യാനത്തിൽ വേറെ ആളുകൾ പങ്കെടുത്തൊന്നിരിക്കട്ടെ, ആ ധ്യാനത്തിൽ പങ്കെടുത്തു, അപ്പം നോക്കിയപ്പോൾ അത് മതപരിവർത്തനത്തിനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ അത് വിശ്വാസം മാറ്റാനുള്ള ശ്രമമാണ് എന്ന് പറയാവുന്നതേ ഉള്ളൂ. എപ്പോഴും പറയാം. പിന്നെ ഇത് പുതുക്കി കിട്ടണം, അതായത് ഈ ലൈസൻസ് പുതുക്കി കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ, കഴിഞ്ഞ 2 വർഷവും 10 ലക്ഷം രൂപ വീതമെങ്കിലും ഫോറിൻ കോൺട്രിബ്യൂഷൻ ചെലവഴിച്ചിരിക്കണം. ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആലോചിക്കും, എന്തിനീ ഫോറിൻ കോൺട്രിബ്യൂഷൻ കിട്ടി ഇവരെന്ത് ചെയ്യാൻ, ഇവർ സമ്പാദിക്കല്ലേ എന്ന് തോന്നും. അവർ സമ്പാദിക്കുന്നു എന്നുള്ള ഒരു സത്യമാണ് അതിനകത്തുനിന്ന്, ഇല്ല എന്നൊന്നും പറയാൻ ഒക്കത്തില്ല. സഭകൾക്ക് അതിൽ നിന്ന് കാശുണ്ടാകുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം നമ്മുടെ സമൂഹത്തിനെ അവർ നന്നാക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസം നോക്കിക്കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഒരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെ നമ്മുടെ ഇന്ത്യയെ കൊണ്ടുവന്നേക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ മിഷണറീസ് അല്ലേ, ഇല്ലെന്നൊന്നും പറയാൻ ഒക്കത്തില്ലല്ലോ, ഉണ്ട്. അത് ക്രിസ്ത്യൻ സന്യാസി സമൂഹത്തിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ആ കാര്യത്തിലുണ്ട്, വിദ്യാഭ്യാസത്തിലുണ്ട്. അതേപോലെ തന്നെ നല്ല ആശുപത്രികൾ, അത് ലാഭം ഉണ്ടാക്കുന്നില്ലോ എന്നുള്ളത് വേറെ കാര്യം. ആശുപത്രികൾ വരുമ്പോൾ അവർക്ക് ലാഭം ഉണ്ടാകുന്നതിന് ഉപരി സമൂഹത്തിന് എൻ്റെ നന്മയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു വലിയ കാര്യമല്ലേ അത്. ഈ ആശുപത്രി ഇല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് എവിടെ കിട്ടും? അങ്ങനെ ധാരാളം ആശുപത്രികൾ, അതുപോലെ ഓർഫനേജുകൾ തുടങ്ങി, അനാഥ ആലയങ്ങൾ തുടങ്ങി, ഒരുപാട് പ്രശ്നങ്ങളിൽ
സാമൂഹ്യ പ്രശ്നങ്ങളിൽ അവർ ഇടപെടുന്നുണ്ട്. അതിനൊക്കെ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ അവർ ഉപയോഗിക്കുന്നുണ്ട്. ശരിയാണ്. അല്ലാതെ എങ്ങനെ കയ്യിൽ നിന്ന് കാശ് ഇവിടെ ഉണ്ടാക്കി ഇവിടെ വല്ലതും ഉണ്ടോ എടുത്തു കൊടുക്കാൻ? അങ്ങനെ അത് ഇനി മുഴുവൻ അതൊക്കെ തടയപ്പെടും. അതാണ് പ്രശ്നം. അങ്ങനെ ഒരു വർഗീയമായിട്ടുള്ള ഒരു ചൊവ്വയോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നേക്കുന്ന ഭേദഗതികളാണ് ഈ ചട്ടങ്ങളിലുള്ളത്. അത് ഈ സമൂഹത്തിന്, അതായത് ക്രിസ്ത്യൻ സമൂഹത്തിന്, ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിനകത്ത് അടിസ്ഥാനമില്ലാതില്ല. ആശങ്കയുണ്ട്. ആശങ്ക മാത്രമല്ല, ഇത് അവരെ കണ്ണ് നട്ടുകൊണ്ട് തന്നെയാണ് ഈ ചെയ്തേക്കുന്നത്. മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒന്നും കിട്ടത്തില്ല, വാങ്ങാനും ഒക്കത്തില്ല. അതെല്ലാം ഭീകരപ്രവർത്തനത്തിനാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും. അപ്പോൾ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ പട്ടികയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോക്കാണ്. ഈ ലൈസൻസ് ഏത് സമയവും റദ്ദാക്കാം. ലൈസൻസ് അതായത് പുതുക്കി കൊടുക്കാതിരിക്കാം, റിന്യൂ ചെയ്യാതിരിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള പല പരിപാടികൾ ആ അതോറിറ്റിക്ക് കൊടുത്തേക്കുന്നത് വിപുലമായ അധികാരങ്ങളാണ്. അതായത് നമ്മൾ നോക്കണം, ആ അതോറിറ്റിക്ക് കൊടുത്തേക്കുന്ന അധികാരങ്ങളെന്ന് പറയുന്നത് ഇപ്പം മതപരിവർത്തന, പ്രോസ്റ്റിറ്റൈസേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് കൊടുത്തേക്കാണ് അധികാരം. അവരങ്ങ് പറയും, ഉണ്ടെന്ന് പറയും. യു ഷോ മീ ദ മാൻ, ഐ വിൽ ഷോ യു ദ ലോ എന്ന് പറയുന്നതിന് തുല്യമാണ്. നിങ്ങൾ എന്നേക്ക് ആളുകളെ കാണിച്ചു എന്നിട്ട് നിയമം ഞാൻ പറഞ്ഞുതരാം എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ പവർ കറപ്റ്റ്സ്, അതായത് അധികാരം അഴിമതിയിലേക്ക് നയിക്കാറുണ്ട് പലപ്പോഴും, കറപ്ഷനിലേക്ക്. ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അതായത് അമിതമായ അധികാരം എന്ന് പറയുന്നത് അമിതമായ അഴിമതിയിലേക്ക് തന്നെ നയിക്കും എന്ന് പറയുന്നതിൻ്റെ തുല്യമാണിത്. കാരണം ഇത്രത്തോളം വലിയ അധികാരങ്ങളാണ് ഈ അതോറിറ്റിക്ക് കൊടുത്തേക്കുന്നത്. അതോറിറ്റി തീരുമാനിക്കും, പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് സംഘടനകളുടെ, ഈ ക്രിസ്ത്യൻ സംഘടനകളുടെ ഇപ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ ഇല്ലാതാക്കി കളഞ്ഞു. ലൈസൻസ് അത് പോയിട്ടുണ്ട്. ലൈസൻസ് പലരുടെയും പുതുക്കി കൊടുക്കുന്നില്ല. ആ രീതിയിലുണ്ട്. ഇനി എളുപ്പവുമാണ് പുതുക്കി കൊടുക്കാതിരിക്കാൻ. ഇതങ്ങ് പറഞ്ഞാൽ പോരെ, പ്രോസ്ലൈറ്റൈസേഷൻ ഉണ്ട് എന്നങ്ങ് പറഞ്ഞാൽ, പ്രോസ്ലൈറ്റൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരിവർത്തനത്തിനുള്ള ശ്രമമാണ്. അതുപോലെ അല്ലെങ്കിൽ വിശ്വാസം മാറ്റാനുള്ള ശ്രമം. ആ ശ്രമം എന്താണ്, എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടൊന്നുമില്ല. ഈ ശ്രമം എന്നങ്ങ് തീരുമാനിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, അബ്സല്യൂട്ട് പവർ കൊടുത്തേക്കുന്നത് അതോറിറ്റിക്കാണ്. ഈ അതോറിറ്റി പറഞ്ഞതാണ്. അതാണ് കാര്യം. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സമൂഹത്തിനെ അടച്ച് അവരെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണത്. ക്രിസ്ത്യൻ സമൂഹത്തിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇത്. വേറെ ആരും മതപരിവർത്തനം നടത്തുന്നതായിട്ട് വേറെ ആർക്കെതിരെയും ആക്ഷേപമില്ല. അത് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ മാത്രമാണ് ഇവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപം. ആ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണിക്കുന്ന ഇവരെ ഉപദ്രവിക്കുന്നില്ലേ, ആ കാണിക്കുന്നത് ഇപ്പം ഇന്ത്യ മുഴുവനാക്കാനുള്ള ഒരു ശ്രമമാണ്. കാരണം അവർക്ക് പണം കിട്ടിക്കൊണ്ടിരിക്കുന്നത് സഹിക്കുന്നില്ല. അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് സഹിക്കുന്നില്ല. അവരുടെ ഉന്നമനത്തിന് ഉപയോഗിക്കുന്നതും അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഉപയോഗിക്കുന്നതിനൊപ്പം സമൂഹത്തിന് ഒരുപാട് നന്മകൾ ഇതുകൊണ്ടുണ്ട്, അതും ഇല്ലാതാക്കുകയാണ്. ശരിയാണോ ഇത്? ചിന്തിക്കണ്ടേ? മാറി ചിന്തിക്കണം.